അപ്പോൾ ഗൈസ് രാവിലെ പ്രഭാതം പൊട്ടിവിടണം എന്ന് പറഞ്ഞ് ഞാൻ നേരെ ചെന്നത് അടുക്കളയിലേക്കാണ്. അപ്പോഴാണ് നമ്മുടെ പെങ്ങൾ അവിടെ ഇരുന്ന് ചീനി പൊളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഒന്ന് ചീനി വെച്ചൊരു പിടി പിടിക്കാം. അപ്പോഴാണ് നമ്മളൊരാൾ മിസ്സാണല്ലോ, നമ്മുടെ പാർട്ട്ണർ. ദേ വിദൂരതയിലേക്ക് നോക്കിയപ്പം അവിടെ നിന്ന് പച്ചക്കറി മേടിക്കുന്നു. ചീരയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നേരെ ചീരക്കടക്കാൻ നല്ല പച്ച ചീരയുണ്ടല്ലോ. എനിക്ക് പഴവർഗ്ഗങ്ങളൊന്നും ഇഷ്ടമല്ല, സോറി പച്ചക്കറി വർഗ്ഗങ്ങളൊന്നും ഇഷ്ടമല്ല. പിന്നെയും എന്താ പറയുന്നത്, ചിക്കൻ മട്ടൻ കടിച്ചു പറിക്കാൻ പറ്റിയ എന്ത് സാധനവും നമ്മൾ എടുക്കും. പിന്നെ കല്യാണം കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കഴിച്ചേ പറ്റും. കാരണം ഇവർക്കിഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ ഓട്ടോമാറ്റിക് കഴിക്കണം. അണ്ട് ചേട്ടൻ ചീരയൊക്കെ നനച്ച് കൊടുക്കുകയാണ്, ഫ്രഷ് ആവാനായിരിക്കും, ഫ്രഷ് ചീരയും. അങ്ങനെ കണ്ട് അവിടുന്ന് ഒരു ക്യാരറ്റ് മേടിച്ച് മാറ്റി ഞങ്ങൾ നേരെ വെളിയിലേക്ക്. അങ്ങനെ കാശൊക്കെ കൊടുത്ത് ഞങ്ങൾ തിരിച്ച് നാണ്ട് നേരെ വീട്ടിലേക്ക്. നമ്മളെ പാർട്ട്ണറുടെ സന്തോഷം കണ്ടോ, ആ ചേട്ടൻ കൊടുത്താണ് ക്യാരറ്റ്, എൻ്റെ അമ്മോ. അങ്ങനെ ഞങ്ങൾ നേരെ ചീരയൊക്കെ ആയിട്ട് നേരെ നമ്മുടെ വീട്ടിലേക്ക് ഇന്നിട്ട് പിടിക്കാം ചീര വെച്ച്. മോർണിംഗ് വൈബ് ഗൈസ്. കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. നമ്മൾ രാവിലെ ചീനിയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമ്മളാണ് ഇതെല്ലാം പിടിച്ചുകൊണ്ട് നടക്കേണ്ടത്. എന്തൊരു അവസ്ഥയുടെ. അങ്ങനെ നല്ല മരുത്തം പോലെ ഹനുമാൻ മല തൂക്കുന്ന പോലെ അതും പിടിച്ചുകൊണ്ട് നമ്മുടെ പൊണ്ടാട്ടി നേരെ അടുക്കളയിലേക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ക്യാരറ്റിനെ പറ്റി വിവരിക്കുകയാണ് ഗൈസ്.